ഹായ്, ഏവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യുന്നത് ഇന്നലെ, അതായത് ഡിസംബർ 9 2024 നടന്ന NMMS സ്കോളർഷിപ്പിൻ്റെ മുഴുവൻ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ഇന്നലെ നമ്മൾ 30 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഇട്ടിരുന്നു. അതിൽ ചെറിയൊരു തിരുത്തുണ്ട്, അപ്പോൾ എല്ലാം കൂടി ഉൾപ്പെടുത്തി ഈ ക്ലാസ്സിൽ എല്ലാ ക്വസ്റ്റനും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. തിരുത്തുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും അടിയിൽ കമൻ്റായിട്ട് എന്തെങ്കിലും പിൻ ചെയ്ത് വെക്കുന്നതാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു എല്ലാ ക്ലാസ്സിൻ്റെയും. നമുക്ക് നേരെ ക്വസ്റ്റനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റൻ, ചാദൽ ഹയൂക്ക് ഈസ് എ ചാൽക്കോലിത്തിക് സൈറ്റ് ഇൻ. ചാദൽ ഹയൂക്ക് എന്ന ചാൽക്കോലിത്തിക് സൈറ്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ്. താമ്രശിലായുഗ സംസ്കാരം കേട്ടോ. എവിടെ സ്ഥിതി ചെയ്യുന്ന ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ്, തുർക്കിയാണ്. രണ്ടാമത്തെ ക്വസ്റ്റൻ, ദ ചൈനീസ് സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് ഇൻ ദ വാലി ഓഫ് ദ റിവർ. ചൈനീസ് നാഗരികത ഏതു നദിയുടെ തീരത്താണ് പുഷ്ടിപ്പെട്ടത്, വളർന്നു വന്നത് എന്നുള്ളതാണ്. ഉത്തരമായി വരുന്ന ഓപ്ഷൻ ബി, ഹയാങ്ഹോ നദിയുടെ തീരത്താണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ സെൻറ്റർ ഓഫ് പവർ വിച്ച് ഡസ് നോട്ട് ബിലോങ് ടു ദ മൂന്തേവർ ഇൻ സൗത്ത് ഇന്ത്യ. ദക്ഷിണേന്ത്യയിലെ, സൗത്ത് ഇന്ത്യയിൽ, തെക്കൻ ഇന്ത്യയിലെ മൂന്തേവർമാരുടെ കൂട്ടത്തിൽ പെടാത്തത്. മൂന്തേവർമാർ എന്നറിയപ്പെടുന്ന 3 രാജവംശങ്ങളുണ്ട്. അതിൽ പെടാത്ത അധികാര കേന്ദ്രങ്ങൾ, അതിൽ പെടാത്തത് ഏതാണെന്നുള്ളതാണ്. ഉത്തരമായി വരുന്ന ഓപ്ഷൻ ബി, ചാലൂക്യാസ് എന്നുള്ളതാണ്. ചേര, ചോള, പാണ്ഡ്യന്മാരിൽ പെടുന്നവരാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഹു ഇൻട്രൊഡ്യൂസ്ഡ് ദ സ്ക്രിപ്റ്റ് നൈമഡ് കരോഷ്ഠി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ കരോഷ്ഠി ലിപി കൊണ്ടുവന്നത് ആര് എന്നുള്ളതാണ്. ഉത്തരമായി വരുന്ന ഓപ്ഷൻ ഡി, പേർഷ്യൻസ് ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് പെയർ ഫ്രം ദ ഫോളോവിങ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏത് എന്നുള്ളതാണ്. ഉത്തരമായി വരുന്ന ഓപ്ഷൻ എ, ബിംബിസാര, ഹര്യങ്ക രാജവംശം എന്നുള്ളതാണ്. ബാക്കിയുള്ളതൊക്കെ തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ആറാമത്തെ ക്വസ്റ്റ്യൻ, മെൻഷൻ ദ ലാംഗ്വേജ് ഓഫ് സംഘം ലിറ്ററേച്ചർ. സംഘം ലിറ്ററേച്ചറിൻ്റെ ഭാഷ കണ്ടെത്താനുള്ളതാണ്. ഉത്തരമായി വരുന്ന ഓപ്ഷൻ സി ആണ്, അല്ലേ. സംഘകാല കൃതികൾ തമിഴ് ഭാഷയിലായിരുന്നു. ഏഴാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്ലാസ്സിൽ കൊടുത്ത ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് മാത്രമേ കറക്റ്റ് മിസ്റ്റേക്ക് ഉള്ളത്. പെട്ടെന്ന് ചെയ്തപ്പോൾ ആണ്, കുറേ ആൾക്കാർ ആവശ്യപ്പെട്ടപ്പോൾ പെട്ടെന്ന് നമ്മൾ എന്താണ് വീഡിയോ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ആ ചോദ്യം കൃത്യമാക്കാം. എന്തായാലും കമൻറ്റ് പിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ടൈം ഹൈറോഗ്ലിഫിക്സ് എന്നുള്ളത് സാക്രഡ് റൈറ്റിംഗ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, അദംഗർ ഇൻ മധ്യപ്രദേശ് ബിലോങ്ഡ് ടു ദ ഏജ്. മധ്യപ്രദേശിലെ ആദംഗഡ് നമുക്ക് പറയാം കേട്ടോ. ആദംഗഡ് അല്ലെങ്കിൽ ആദംഗഡ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അതല്ലെങ്കിൽ ഏത് കാലഘട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഉത്തരമായി വരുന്നത് മെസോലിത്തിക് ഏജ്, മധ്യശിലായുഗം. ഓപ്ഷൻ ബി ആണ് ഉത്തരമായി വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ദ നൈംസ് ഓഫ് സർട്ടൻ കൾച്ചറൽ സൈറ്റ്സ് ആൻഡ് ദ സ്റ്റേറ്റ് ഇൻ വിച്ച് ദേ ആർ സിറ്റുവേറ്റഡ് ആർ ഗിവൻ ബിലോ, മാച്ച് ദം കറക്റ്റ്ലി എന്ന് പറഞ്ഞാൽ ചില സൈറ്റുകൾ, കേന്ദ്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്താനുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഇന്നലെ നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ഉത്തരമായി വരുന്ന ഓപ്ഷൻ ബി ആണ് ഉത്തരമായി വരുന്നത്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം ഓപ്ഷൻ ബി ആണ്. എ മാച്ച് വിത്ത് 3 ആ രൂപത്തിലാണ് പോകുന്നത് കേട്ടോ. ഇനി 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് ഉത്തരം പറഞ്ഞു പോകണം. വിശദമായ ക്ലാസ്സുകൾ വേണമെങ്കിൽ വേറെ ക്ലാസ്സുകൾ നമ്മൾ ചർച്ച ചെയ്യാവുന്നതാണ് കേട്ടോ. 10ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ മെസോപ്പൊട്ടോമിയൻ സിറ്റി. താഴെ കൊടുത്തിട്ട് മെസോപ്പൊട്ടോമിയൻ സിറ്റി അല്ലാത്തത് ഏത് എന്നുള്ളതാണ്. ഉത്തരമായി വരുന്നത് മെലുഹ എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു സിന്ധു നദിയുടെ പഴയ കാലത്തൊരു പേരാണ്. ഇതൊക്കെ മെസോപ്പൊട്ടോമിയൻ, ലഗാഷ്, ഉറക്ക് എന്നിവയ്ക്കുന്നതാണ് മെസോപ്പൊട്ടോമിയൻ സിറ്റീസാണ്. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ജിയോഗ്രഫിക്കൽ ഫീച്ചർ ഓഫ് ദ നൈദൽ ടിന. നൈദൽ ടിണയുടെ ഭൂമിശാസ്ത്ര സവിശേഷത എന്ത് എന്നുള്ളതാണ്. ഉത്തരമായി വരുന്നത് എന്താണ്, സമുദ്രതീരം, കോസ്റ്റൽ റീജിയൻ. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായി വരുന്നത്. 12ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ കോമൺ ഫീച്ചർ ഓഫ് ബുദ്ധിസം ആൻഡ് ജൈനിസം. ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും പൊതുവായ പ്രത്യേകത എന്തുള്ളതാണ്. ഉത്തരമായി വരുന്നത് 12 ഏതാണ്, സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഈസ് ഓഫ് കോമൺ ലാംഗ്വേജ്, ഈസ് ഓഫ് ദ ലാംഗ്വേജ് ഓഫ് കോമൺ മാൻ, അങ്ങനെ ഞാൻ പറയാം, അല്ലെ, സാധാരണക്കാരുടെ ഭാഷ ഉപയോഗിക്കുക എന്നുള്ളത്. 12 സി ആണ് ഉത്തരമായി വരുന്നത്. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ, ക്ലൗഡ്സ് ആർ ഫോംഡ് ഡ്യൂ ടു. മേഘങ്ങൾ രൂപപ്പെടുന്നത് എന്ത് കാരണമായിട്ട് എന്നുള്ളതാണ്. ഉത്തരമായി വരുന്നത് 13 ബി ആണ്, അല്ലേ. ദ കണ്ടൻസേഷൻ ഓഫ് വാട്ടർ വേപ്പർ അറൗണ്ട് ദ മൈന്യൂട്ട് ഡസ്റ്റ് പാർട്ടിക്കിൾസ്
ഇൻ ദ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി നീരാവി ഘനീഭവിക്കുക. അന്തരീക്ഷത്തിൽ നേർത്ത പൊടിപടലങ്ങൾ തട്ടി നീരാവി ഘനീഭവിച്ചാണ് എന്തുണ്ടാകുന്ന മേഘങ്ങൾ രൂപപ്പെടുന്നത്. 14ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വിച്ച് ലൈൻ ഓഫ് ലാറ്റിറ്റ്യൂഡ് ഈസ് നോൺ ആസ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറഞ്ഞാൽ ദക്ഷിണായന രേഖ എന്നറിയപ്പെടുന്ന ഏതാണെന്നുള്ളതാണ് ഉത്തരമായി വരുന്ന ഓപ്ഷൻ സി ആണ്. 23½ ഡിഗ്രി സൗത്ത് അല്ലേ, 23½ ഡിഗ്രി തെക്ക്, അതാണെന്ത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ദക്ഷിണായന രേഖ എന്നറിയപ്പെടുന്നു. 14ാമത്തെ ഉത്തരം ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്നർ കോർ ഓഫ് ദ എർത്ത് റിമൈൻസ് ഇൻ സോളിഡ് സ്റ്റേറ്റ് ഡ്യൂ ടു എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അകക്കാമ്പ്, ഏറ്റവും ഉള്ളിലുള്ള പാർട്ട് അല്ലേ, നമ്മൾ ഭൂമിയെ ഒരു കോഴിമുട്ടയുടെ ആകൃതിയൊക്കെ സങ്കല്പിക്കുമ്പോൾ ഏറ്റവും ഉള്ളിൽ വരുന്ന കുഞ്ചി പോലെ കരമായിട്ട് നിൽക്കുന്നു അല്ലേ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, അതിൻ്റെ കാരണം എന്താണെന്നുള്ളതാണ് ഉത്തരമായി വരുന്നത്. എന്താണ് ഓപ്ഷൻ ഡി ആണ്. വെരി ഹൈ പ്രഷർ എക്സേർട്ടഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് എർത്ത് എന്ന് പറഞ്ഞാൽ ഭൂകേന്ദ്രത്തിലേക്ക് ചെലുത്തപ്പെടുന്ന വളരെ ഉയർന്ന മർദ്ദം, മർദ്ദം എന്ന് പറഞ്ഞാൽ പ്രഷർ അല്ലേ. ഓക്കെ. 16ാമത്തെ ക്വസ്റ്റ്യൻ, അനിമോമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ. അനിമോമീറ്റർ എന്ത് അളക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഉത്തരമായി വരുന്നത്. എന്താണ് സ്പീഡ് ഓഫ് വിൻഡ്. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്, സ്പീഡ് ഓഫ് വിൻഡ്. 17ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. 17ാമത്തെ ക്വസ്റ്റ്യൻ, if the scale of a map is 1:2 lakh, the actual distance between the places 3 centimeter apart in the map is. ഒരു മാപ്പിൽ 3 സെൻറ്റിമീറ്റർ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങൾ അല്ലേ, അവ തമ്മിൽ ഉള്ള ആ ഒരു ദൂരം എത്രയുണ്ടായിരിക്കും? ഏത് രൂപത്തിലാണെങ്കിൽ നമ്മുടെ ഈ സ്കെയില്, ഈ ഒരു റേഷ്യോ 1:2 lakh എന്ന റേഷ്യോയിലാണെങ്കിൽ നിൽക്കുമ്പോൾ 3 സെൻറ്റിമീറ്റർ അകലാണെങ്കിൽ 1 സെൻറ്റിമീറ്റർ പറഞ്ഞാൽ 2 ലക്ഷം. അപ്പോൾ 2 ലക്ഷം സെൻറ്റിമീറ്റർ വരുമ്പോൾ 2 കിലോമീറ്റർ വരും. 1 സെൻറ്റിമീറ്ററിന് 2 കിലോമീറ്റർ അല്ലേ. 1 സെൻറ്റിമീറ്റർ അങ്ങനെ പോയിട്ട് എന്ത് ചെയ്യും അത് വിശദീകരിച്ചിട്ടുണ്ട്. 1 സെൻറ്റിമീറ്ററിന് എത്ര വരും? 1 സെൻറ്റിമീറ്റർ മാപ്പിൽ കാണിക്കുമ്പോൾ 2 ലക്ഷം സെൻറ്റിമീറ്റർ വരും. മനസ്സിലാവുണ്ടോ? 1 ലക്ഷം സെൻറ്റിമീറ്റർ പറഞ്ഞാൽ 1 കിലോമീറ്റർ വരുള്ളൂ കേട്ടോ. 100 സെൻറ്റിമീറ്ററാണ് 1 മീറ്റർ. പിന്നെ അതുപോലെ തന്നെ 1000 മീറ്ററാണ് 1 കിലോമീറ്റർ. അതിനൊക്കെ കൂട്ടി വെക്കുമ്പോൾ ഒരു കിലോമീറ്ററിൽ 1 ലക്ഷം സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ 2 ലക്ഷം ആണെങ്കിൽ 3 എന്നുള്ളത് 6 ലക്ഷം വരും കേട്ടോ. 3 എന്നുള്ളത് 6 ലക്ഷം വരും. 6 ലക്ഷം എന്ന് പറഞ്ഞാൽ 6 കിലോമീറ്റർ വരും. ഓപ്ഷൻ ഡി ഉത്തരമായിട്ട് വരും. 18ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദ ഫോളോവിങ് ഫീച്ചേഴ്സ് ഈസ് റെപ്രസെൻറ്റഡ് വിത്ത് ബ്ലാക്ക് കളർ ഇൻ മാപ്പ്. മാപ്പിൽ കറുത്ത നിറം എന്തിനെ സൂചിപ്പിക്കും എന്നുള്ളതാണ് ഉത്തരമായി വരുന്നത്. 18A ആണ് ഉത്തരമായിട്ട് വരുന്നത്, റെയിൽവേസിനെയാണ് സൂചിപ്പിക്കുന്നത്. 19ാമത്തെ ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റെയിൻലി സീസൺ ഇൻ ഇന്ത്യ ഈസ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഴ പെയ്യുന്ന കാലം ഏത് എന്നുള്ളതാണ് ഉത്തരമായി വരുന്നത്. ഏതാണ്? തെക്കു കിഴക്കൻ മൺസൂൺ അല്ലേ, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ് ഉത്തരമായിട്ട് വരുന്നത്. അതേതാണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ബി ആണ്, സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്നുള്ളതാണ്. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ, റോക്സ് ആർ ക്ലാസിഫൈഡ് ആസ് ഇഗ്നിയസ്, സെഡിമെൻ്ററി ആൻഡ് മെറ്റാമോർഫിക് ബേസ്ഡ് ഓൺ. അതായത് കല്ലുകളെ നമ്മൾ എന്ത് ചെയ്യും? ആഗ്നേയം, അവസാദം, കായാന്തരിക ശിലം എന്നിങ്ങനെ വർഗീകരിക്കുന്നു. ഇത് എന്തിനടിസ്ഥാനത്തിലാണ്? ദ മോഡ് ഓഫ് ഫോർമേഷൻ എന്നുള്ളതാണ്. ഓപ്ഷൻ ഉത്തരമായിരുന്നു ഓപ്ഷൻ എ ആണ്, മോഡ് ഓഫ് ഫോർമേഷൻ, രൂപീകരണമാണ്. 20A ആണ് ഉത്തരം. 21ാമത്തെ ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് ഫെർട്ടൈൽ സോയിൽ അമംഗ് ദ ഫോളോവിങ് ഈസ്. താഴെ കൊടുത്തിരിക്കുന്ന ഏറ്റവും ഫലപുഷ്ടമായ മണ്ണ് ഏത് എന്നുള്ളതാണ് ഉത്തരമായി വരുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരമായി വരുന്നത്. 22ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദ മോസ്റ്റ് അബണ്ടൻറ്റ് ഗ്യാസ് ഇൻ ദ എർത്ത്സ് അറ്റ്മോസ്ഫിയർ. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള ഗ്യാസ് ഏത് എന്നുള്ളതാണ് ഉത്തരമായി വരുന്നത്. ഓപ്ഷൻ സി ആണ്, നൈട്രജൻ ആണ്. ഇനി 23ാമത്തെ ക്വസ്റ്റ്യൻ, ദ അപ്പർ ഹൗസ് ഓഫ് ഇന്ത്യൻ പാർലമെൻറ്റ്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭ എന്നറിയപ്പെടുന്ന ഏതാണ്? രാജ്യസഭയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായി വരുന്നത്. ലോവർ ഹൗസ് ലോകസഭയുമാണ്, ലോവർ ലോക, രണ്ട് യെല്ലോ വെച്ചിട്ടാണല്ലോ. ഇനി 24ാമത്തെ ക്വസ്റ്റ്യൻ, ഹു വെരിഫൈ എ ബിൽ ഈസ് എ മണി ബിൽ ഓർ നോട്ട്. ഒരു ബില്ല് മണി ബില്ലാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നതാണ്. ഓപ്ഷൻ സി, സ്പീക്കറാണ് തീരുമാനിക്കാനുള്ള അവകാശമുള്ളത്. 25ാമത്തെ ക്വസ്റ്റ്യൻ, ഡെയിലി സെഷൻസ് ഓഫ് പാർലമെൻറ്റ് ബിഗിൻസ് വിത്ത്. ഓരോ ദിവസത്തെയും ദൈനംദിന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് എന്തോടുകൂടെയാണ്? ഓപ്ഷൻ ബി ആണ്, ക്വസ്റ്റ്യൻ അവറോട് കൂടെയാണ്.
നേരം പോലെ ഒരു 11 മണിക്ക് തുടങ്ങും, സ്റ്റാർട്ട് ചെയ്യും. ഒരു 12 മണിയാകുമ്പോൾ 0 ഹവർ ആവും. 12 എന്ന് പറയുമ്പോൾ ഏതാ സമയം? 1 മണി ആയിട്ടില്ല, 12 മണി കഴിഞ്ഞ് ഇത് 0 ആണല്ലോ. ആ നിലക്ക് 0 ഹവർ അങ്ങനെ എന്ത് ചെയ്യാം, അങ്ങനെയാണ് വന്നിട്ടുള്ളതെന്നൊക്കെ ഒരു അഭിപ്രായമുണ്ട്. ശരി, ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം. 26ാമത്തെ ക്വസ്റ്റ്യൻ. ദ അപെക്സ് കോർട്ട് ഓഫ് ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം. ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിൻ്റെ അപെക്സ് ബോഡി, ഏറ്റവും ഉയർന്ന ബോഡി ഏതാണ് ഉദ്ദേശിക്കുന്നത് ജുഡീഷ്യലിൻ്റെ ഭാഗത്തിൻ്റെ? ഉത്തരമായി വരുന്ന സുപ്രീം കോർട്ട്. ഓപ്ഷൻ ഡി ആണ്. 26 ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി 27ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 27ാമത്തെ ക്വസ്റ്റ്യൻ. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിവൈസ് ടു എൻഫോഴ്സ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എക്സിക്യൂട്ടീവ്. എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കാനുള്ള ഏറ്റവും എക്സിക്യൂട്ടീവിൻ്റെ ഉത്തരവാദിത്വം ഉറപ്പാക്കുന്നതിന് പാർലമെൻറ്റിനെ സഹായിക്കുന്ന ഏറ്റവും ശക്തമായ ആയുധം, അത് നമ്മൾ ആദ്യത്തെ കൊടുത്തിരുന്നത് നോൺ കോൺഫിഡൻസ് മോഷനാണ്. ആദ്യത്തെ അതിൽ കൊടുത്തിട്ടുള്ള പല പ്രമുഖ സെല്ലും പലയിടത്ത് കണ്ടത് ഉത്തരമായിട്ട് പലരും പറഞ്ഞത് അവിശ്വാസ പ്രമേയമല്ല, തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് കേട്ടോ. ഞാൻ കൊടുത്തിരുന്നത് നോൺ കോൺഫിഡൻസ് ആയിരുന്നു. ഉത്തരം ബി ആയിട്ട് കൊടുക്കാം. ശരി, നമുക്ക് 28ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ദ പ്രസൻറ്റ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ നിലവിലെ പ്രസിഡന്റ് ആര് എന്നുള്ളതാണ് ഉത്തരമായിരുന്നു. ഓപ്ഷൻ സി ആണ്, ദ്രൗപദി മുർമുവാണ്. 29ാമത്തെ ക്വസ്റ്റ്യൻ. ദ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ രാജ്യസഭാ ചെയർമാനായിട്ടല്ല തിരഞ്ഞെടുക്കുന്നത്, അദ്ദേഹത്തെ വേറെ ഒരു സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുന്നു. ഓട്ടോമാറ്റിക്കലി അദ്ദേഹം ആ പദവി വഹിക്കുമ്പോൾ അദ്ദേഹം ആ രാജ്യസഭയുടെ ചെയർമാൻ എന്ന പദവി വഹിക്കുന്നു. അത്രയും സ്ഥാനങ്ങൾക്കാണ് നമ്മൾ എന്ത് പറയുക, എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറയുന്നത്. ഇവിടെ ഉത്തരമായിരുന്നു വൈസ് പ്രസിഡന്റ്. വൈസ് പ്രസിഡൻ്റായ തിരഞ്ഞെടുക്കലോട് കൂടെ അദ്ദേഹം എന്തുമായി തീരുന്നു? എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ. രാജ്യസഭയുടെ ചെയർമാനായിട്ട് ഒഫീഷ്യലി ആയിട്ട് തന്നെ മാറുന്നു. വേറെ രാജ്യസഭ ചെയർമാൻ തിരഞ്ഞെടുക്കേണ്ട വേറൊരു ആവശ്യം ഇല്ല. അതിപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നീതി ആയോഗിൻ്റെ ചെയർമാൻ, അല്ലെങ്കിൽ പഴയ കാലഘട്ടത്തിൽ മുമ്പ് നീതി ആയോഗ് വരുന്നതിന് മുമ്പ് പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ പ്രധാനമന്ത്രി ആയിരുന്നതൊക്കെ പോലെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ് രാജ്യസഭ വൈസ് പ്രസിഡന്റ് എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭയാണ്. ശരി, 30ാമത്തെ ക്വസ്റ്റ്യൻ. ദ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്സ് ആൻഡ് ഹൈ കോർട്ട്സ് ക്യാൻ ബി റിമൂവ്ഡ് ഓൺലി ബൈ ദ പ്രോസസ് ഓഫ് എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ തൽസ്ഥാനത്ത് നീക്കാൻ കഴിയുന്ന ആ ഒരു പ്രക്രിയയ്ക്ക് എന്ത് പറയും എന്നുള്ളതാണ് ഉത്തരമായി വരുന്നത്. ഓപ്ഷൻ എ ആണ്, ഇംപീച്ച്മെൻറ്റ് എന്നുള്ളതാണ്. ഇനി നമുക്ക് 31ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. Who said the office of the president is like an emergency lamp? എന്താ പറഞ്ഞത്? ഓഫീസ് ഓഫ് പ്രസിഡന്റ് ഓഫീസ് ഒരു എമർജൻസി ലാമ്പ് പോലെയാണ് എന്ന് പറഞ്ഞാൽ ഒരു വിളക്ക്, എമർജൻസി വിളക്ക് പോലെയാണ്, അടിയന്തര വിളക്ക് പോലെയാണ്. വെൻ എമർജൻസി കംസ് ഇറ്റ് വിൽ ലൈറ്റ് അപ്പ്. എമർജൻസി, ആ അടിയന്തര ഘട്ടം എമർജൻസി ഉണ്ടാകുമ്പോൾ അതെന്ത് ചെയ്യും? ലൈറ്റ് അപ്പ് ആവും. വെൻ എമർജൻസി ഈസ് ഓവർ, ആ ഒരു അത്യാവശ്യം, ആ ഒരു എമർജൻസി ഇല്ലാതായി പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതെന്ത് ചെയ്യും? ദ ലൈറ്റ് വിൽ നാച്ചുറലി ഡൗൺ, കെട്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞത് ആര് എന്നുള്ളതാണ് ഉത്തരമായി വരുന്ന. ഓപ്ഷൻ എ ആണ് കാണുന്നത്. എ ആണ്, ബി ആർ അംബേദ്കർ എന്നുള്ളതാണ് കാണുന്നത്. വെങ്കിട്ടരാമൻ അതുപോലെ ഒരു ചെറിയ അതുപോലെ ബന്ധപ്പെട്ടൊരു കൊട്ടേഷൻ ഉണ്ട്. ഉത്തരമായി കാണുന്നത് അംബേദ്കർ ആണ്. ശരി, 32ാമത്തെ ക്വസ്റ്റ്യൻ. ലോക്സഭാ മെമ്പേഴ്സ് ഓഫ് കേരള. കേരളത്തിലെ ലോക്സഭാ മെമ്പേഴ്സിൻ്റെ എണ്ണം 20 ആണ്. രാജ്യസഭയാണെങ്കിൽ 9 ആയിരുന്നു. ശരി, 33ാമത്തെ ക്വസ്റ്റ്യൻ. ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് പെർമനൻറ്റ് എക്സിക്യൂട്ടീവ്. പെർമനൻറ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ സ്ഥിരം എക്സിക്യൂട്ടീവ്. നമ്മൾ സ്ഥിരം എക്സിക്യൂട്ടീവും അതുപോലെ തന്നെ ടെമ്പററി എക്സിക്യൂട്ടീവ് ഉണ്ട്. താൽക്കാലികമായി തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ രാഷ്ട്രീയ എക്സിക്യൂട്ടീവാണ്, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവാണ്. എന്നാൽ സാധാരണ ഉദ്യോഗസ്ഥന്മാർ, സിവിൽ സർവൻസുകളൊക്കെ എന്താണ്? പെർമനൻറ്റ് എക്സിക്യൂട്ടീവാണ്. അപ്പോൾ ഉത്തരമായി വരിക ഓപ്ഷൻ, ഇതിൽ കൊടുത്തതിൽ ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരിക. ഒരു പ്രമുഖ സൈറ്റിൽ ഞാൻ കണ്ടത് ഗവർണർ എന്നുള്ളത് തെറ്റായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. ഗവർണർ അല്ല, കളക്ടർ തന്നെയാണ്. സിവിൽ സർവൻ്റായിട്ട് ഇവിടെ പെർമനൻറ്റ് എക്സിക്യൂട്ടീവ് ആരാണ് വരുന്നത്? സി ആണ് ഉത്തരമായിട്ട് കാണുന്നത്. ഇനി 34ാമത്തെ ക്വസ്റ്റ്യൻ. ദ റൈറ്റ് ഓഫ് പ്രസിഡൻറ്റ് ടു സെൻഡ് ബാക്ക് ബിൽസ് ടു ദ പാർലമെൻറ്റ് ഫോർ റീകൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ പ്രസിഡൻറ്റിന് ഒരു അധികാരമുണ്ട്. എന്താണ് അധികാരം? ബില്ലുകളൊക്കെ പുനഃപരിശോധനയ്ക്ക് വേണ്ടി തിരിച്ചയക്കാം. ഇതെന്താ? ഇത് പ്രസിഡൻറ്റിൻ്റെ പ്രധാനപ്പെട്ട 3 വീറ്റോകളിൽപ്പെട്ട ഒരു വീറ്റോയാണ്. അതാണ് എന്താ? സസ്പെൻസീവ് വീറ്റോ എന്നൊക്കെ വേണമെങ്കിൽ അതിന് പറയാം അല്ലേ. പോക്കറ്റ് വീറ്റോ, അബ്സല്യൂട്ട് വീറ്റോ, സസ്പെൻസീവ് വീറ്റോ, ഇങ്ങനെ രൂപത്തിലാണ് 3 രൂപത്തിൻ്റെ വീറ്റോയാണുള്ളത്. ഇത് സസ്പെൻസീവ് വീറ്റോയുമായി ബന്ധപ്പെട്ട രൂപത്തിലാണ് ഞാൻ കാണുന്നത്. ഉത്തരമായി വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. വീറ്റോ ആയിട്ടാണ് കാണുന്നത് കേട്ടോ. ശരി, ഇനി നമുക്ക് 35ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ബൈ വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റ് ഡിഫെക്ഷൻ
ഡിഫെക്ഷൻ ഈസ് പ്രൊഹിബിറ്റഡ്, അല്ലെങ്കിൽ ആൻറ്റി ഡിഫെക്ഷൻ ആക്ട് അല്ലേ, എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഡിഫെക്ഷൻ ഈസ് പ്രൊഹിബിറ്റഡ് ഇൻ ഇന്ത്യയിൽ ഡിഫെക്ഷൻ പ്രൊഹിബിറ്റ് ചെയ്തതാണ് 1985 52 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. മലയാളത്തിൽ പറഞ്ഞാൽ കൂറുമാറ്റ നിരോധന നിയമം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. 36ാമത്തെ ക്വസ്റ്റ്യൻ, എ കോൺകേവ് മിറർ ഫോംസ് ഇമേജ് അറ്റ് ഇൻഫിനിറ്റ്. എന്തായിരുന്നു കോൺകേവ് മിറർ? എന്താവുന്നു, അതിൻ്റെ ഇമേജ് അനന്തതയിൽ രൂപപ്പെടുന്നു. എപ്പോഴാണ് രൂപപ്പെടുക? വെൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ്. എവിടെ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ഏത് നിലയ്ക്ക് പ്ലേസ് ചെയ്യുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുക എന്നുള്ളതാണ്. ഉത്തരമായി വരുന്നത് ഇതാണ്, അറ്റ് പ്രിൻസിപ്പൽ ഫോക്കസ് എഫിലാകുമ്പോഴാണ് ഇൻഫിനിറ്റിയിൽ എന്ത് ചെയ്യാം, രൂപപ്പെടുക. ഇനി നമുക്ക് 37ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആദിത്യ L1 മിഷൻ ലോഞ്ച്ഡ് ബൈ ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, 1969 രൂപീകരിക്കപ്പെട്ട ഈ ISRO അല്ല, ഇന്ത്യയുടെ ബഹിരാകാശ സംഘടന. നാസ പോലെ, അമേരിക്കൻ നാസ പോലെ ISRO ആണല്ലോ. 2 സെപ്റ്റംബർ 2023 ഈസ് ഇൻറ്റൻഡഡ് ടു സ്റ്റഡി ദ ഡൈനാമിക്സ് ഓഫ് എന്ന് പറഞ്ഞാൽ ആദിത്യ L1 എന്ന മിഷൻ എന്ത് ചെയ്തു, ISRO സെപ്റ്റംബർ 2, 2023 അതെന്ത് ചെയ്തു, ലോഞ്ച് ചെയ്തു, വിക്ഷേപിച്ചു. എന്തായിരുന്നു അതിൻ്റെ ലക്ഷ്യം എന്നുള്ളതാണ്. ഉത്തരമായിരുന്നു സോളാർ അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. ശരി, 38ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് റെപ്രസെൻറ്റ് സർക്യൂട്ട് സിമ്പിൾ ഓഫ് LED, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, LED സൂചിപ്പിക്കുന്നത് ഏത് സിമ്പിളാണെന്നുള്ളതാണ്. ഉത്തരമായിരുന്നു ഓപ്ഷൻ സി ആണ്. ഈ രൂപത്തിലുള്ള സിമ്പിളാണ് കേട്ടോ. നമുക്കിനി 38ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 38 നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ അല്ലേ. 39ാമത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ബേസ് യൂണിറ്റ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഇൻ SI സിസ്റ്റത്തിലെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഇതിൽ കൊടുത്തിരിക്കുന്ന ഏത് എന്നുള്ളതാണ്. ഉത്തരമായി വരുന്നതിൽ കെൽവിനാണ്. നമ്മുടെ ടെമ്പറേച്ചർ അളക്കുന്ന SI യൂണിറ്റാണ് കെൽവിൻ എന്നുള്ളത് അല്ലേ. ഇനി നമുക്ക് 40ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എ സ്പീഡ് ഓഫ് 45 നോട്ട് ഇംപ്ലൈസ്, 45 നോട്ട് വേഗം എന്നത് എങ്ങനെയാണ് അതിനെ നമ്മൾ വിശദീകരിക്കുക? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പറയില്ലേ? എന്താണ് ഉദ്ദേശിക്കുന്നത്? 45 നോട്ടിക്കൽ മൈൽസ് ഇൻ 1 ഹവർ, 1 മണിക്കൂറിൽ 45 നോട്ടിക്കൽ മൈൽസ് പോകുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്? ഇന്ന് 45 നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി 41ാമത്തെ ക്വസ്റ്റ്യൻ, ബാരോമീറ്റർ ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ്. ബാരോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഉപകരണമാണ്, യൂസ്ഡ് ടു മെഷർ. ആ ഉപകരണം എന്ത് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുള്ളതാണ്. ഉത്തരമായി വരുന്നതാണ് 41. ഉത്തരം സി ആണ് ഉത്തരമായിട്ട് വരുന്നത് അല്ലേ. അറ്റ്മോസ്ഫിയർക്ക് പ്രഷർ, അന്തരീക്ഷ മർദ്ദം അല്ലേ. 42ാമത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ്. ഉത്തരമായി വരുന്നത്. ഉത്തരം മാത്രം നോക്കാം. 42B ആണ്. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് നെവർ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. എന്താ? കാന്തിക ബലരേഖകൾ ഒരിക്കലും പരസ്പരം ഖണ്ഡിക്കുന്നില്ല എന്നുള്ള ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി നമുക്ക് 43ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 43ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഇൻവെൻഷൻ ദാറ്റ് അല്ലേ, ഒരു ഇൻവെൻഷൻ അത് വൺ നോബൽ പ്രൈസ് ഫോർ ഫിസിക്സ് ഇൻ 2024 ഈസ് റിലേറ്റഡ് ടു എന്ന് വെച്ചാൽ 2024 ഭൗതിക ശാസ്ത്രത്തിൽ ഫിസിക്സിൽ നോബൽ സമ്മാനം കിട്ടി. അത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ്. ഉത്തരമായി വരുന്നത് മെഷീൻ ലേണിംഗ് ആണ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. 43 കേട്ടോ. ഇനി 44ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 2 പ്ലെയിൻ മിറേഴ്സ് are arranged side by side such that the reflecting surfaces face each other and the angle between them is 90 degree. Maximum number of image that can be seen in the mirrors when an object is placed in between them is എന്ന് വെച്ചാൽ ഒന്ന് വിശദീകരിക്കാം. 90 ഡിഗ്രി കോണിൽ അഭിമുഖമായിരിക്കുന്ന 2 സമതല ദർപ്പണങ്ങൾക്കിടയിൽ, മിറേഴ്സ്, ദർപ്പണം എന്ന് പറഞ്ഞാൽ മിറേഴ്സ് 90 ഡിഗ്രി 90 ഡിഗ്രിയിലുള്ള ഫേസ് ടു ഫേസ് ആയിട്ട് നിൽക്കുന്ന 2 സമതല ദർപ്പണങ്ങൾക്കിടയിൽ ഒരു വസ്തുവിനെ
വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം എത്രയാണ്? 90 ഡിഗ്രി ആയിരിക്കും ആ രൂപത്തിൽ വെക്കുമ്പോൾ, ഫേസ് ടു ഫേസ് ആയി വെക്കുമ്പോൾ എത്ര പ്രതിബിംബങ്ങൾ രൂപപ്പെടും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിരുന്നു ഓപ്ഷൻ സി ആണ്. എത്രയാണ് വരിക? 3 ആയിരിക്കും, 3 ആയിരിക്കും അതിന് ഉത്തരമായിട്ട് വരിക. ശരി, ഇനി 90 ഡിഗ്രി ആയതുകൊണ്ടാണ് രൂപത്തിൽ ഉത്തരം വന്നത് കേട്ടോ. ഇനി 45-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എ നെഗറ്റീവ്ലി ചാർജ്ഡ് മെറ്റൽ ഷീറ്റ് ഹാവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജുള്ള മെറ്റൽ ഷീറ്റ് അല്ലേ, നെഗറ്റീവ് ചാർജുള്ള ഒരു ലോഹ തകിടിൽ എന്താ സംഭവിക്കുക? എക്സസ് ഓഫ് ഇലക്ട്രോൺ ആയിരിക്കും അല്ലേ, എക്സസ് ഓഫ് ഇലക്ട്രോൺ ആയിരിക്കും അല്ലേ. 45A ആണ്, ഇലക്ട്രോണുകൾ ആധിക്യമായിരിക്കും. ഇനി 46-ാമത്തെ ക്വസ്റ്റ്യൻ. 46-ാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതാ ചിത്രങ്ങൾ കണ്ടോളൂ. ഡിസ്റ്റൻസ് ടൈം 3-4 ചിത്രമാണ്. ഡിസ്റ്റൻസ് ടൈം കണ്ടല്ലോ. ഇതിൽ ഏതാണ് സമയത്തിനെയും ദൂരത്തിനെയും പ്രതിനിധീകരിക്കുന്ന ശരിയായ ചിത്രം എന്നുള്ളതാണ് ഈ ഗ്രാഫുകളിൽ കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഗ്രാഫ് ക്യാൻ റെപ്രസെൻറ്റ് ദ ഡിസ്റ്റൻസ് ടൈം റിലേഷൻസ് ഓഫ് ആൻ ഒബ്ജക്റ്റ്? ഒരു വസ്തുവിൻ്റെ ദൂരവും അതുപോലെ തന്നെ സമയവും പ്രതിപാദിക്കുന്നത് ഏത് എന്നുള്ളതാണ്. ഇത് നമുക്ക് കുറച്ചൊരായിട്ട് ഇനി കിട്ടും അല്ലേ. ഇതിപ്പോൾ ഇങ്ങനെ ഈ മാപ്പ് അനുസരിച്ച് എന്താ, സമയം കുറയുമ്പോൾ ഇത് നെഗറ്റീവ് റിലേഷനാണ്, ഒന്ന് കുറയുമ്പോൾ മറ്റേ ഗുണം. ഓരോ ടൈമിനനുസരിച്ചും ഡിസ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കും അല്ലേ. ഒരു സെക്കൻഡിൽ ഇത്ര സഞ്ചരിച്ച് അടുത്ത സെക്കൻഡ് ഇത്ര സഞ്ചരിക്കും, പിന്നെയും കൂടും അങ്ങനെ കൂടും അല്ലേ. ചിലപ്പോൾ ഡിസ്റ്റൻസ് നേരെ ആയിക്കോണമെങ്കിൽ എങ്ങനെയൊക്കെ വരും എന്നൊക്കെ ചെയ്യാം അല്ലേ. ആ രൂപത്തിൽ ഏതാണുള്ളത് നോക്കി. ഓരോ സമയത്തും ഡിസ്റ്റൻസ് കൂടുതലേ കാരണം ഇവിടെ കണ്ടോ, ആദ്യം കൂടി പിന്നെ അങ്ങോട്ട് കുറയാണ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെ സംഭവിക്കില്ല. ഇത് കണ്ടോ, ഇത് പിന്നെയും കൂടുന്നു, കുറയുന്നൊരു രൂപം സംഭവിക്കുമോ? ഇതും സംഭവിക്കില്ല. അത് കണ്ടടി ഇങ്ങനെ ഒരു കുറയുന്ന രൂപം സംഭവിക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് സ്ഥിരമായിട്ട് കൂടാണ്, ഇങ്ങനെ കൂടി പിന്നെ കൂടുന്ന അളവ് കുറച്ച് കുറഞ്ഞു തന്നെ ഉള്ളൂ കേട്ടോ. ഇവിടെയും കൂടി. അപ്പോൾ ഉത്തരമായി വരും ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 47-ാമത്തെ ക്വസ്റ്റ്യൻ. 5 ml ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് വാസ് ടേക്കൺ ഇൻ എ ടെസ്റ്റ് ട്യൂബ് അല്ലേ. 5 ml ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ത് ചെയ്തു? ഒരു ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ എടുത്തു. ആൻഡ് എ ഡ്രോപ്പ് ഓഫ് ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്റർ വാസ് ആഡ് ടു ഇറ്റ്. അതിലേക്ക് എന്ത് ചെയ്തു? ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്റർ അതിലേക്ക് എന്ത് ചെയ്തു? ആഡ് ചെയ്തു. വെൻ എ ഡെഫിനിറ്റ് വോള്യൂം ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഈസ് ആഡ് ഡ്രോപ്പ് വൈസ്, തുള്ളിയായിട്ട് എന്ത് ചെയ്തു? സോഡിയം ഹൈഡ്രോക്സൈഡിന് അതിലേക്ക് എന്ത് ചെയ്തു? തുള്ളിയായിട്ട് ഇട്ടു. ടു ദിസ് ദ സൊല്യൂഷൻ ടേൺസ് പിങ്ക്. അങ്ങനെ ഈ സൊല്യൂഷൻ, ഈ ഒരു എന്താ പറയുക, നമ്മൾ ഈ ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇതുണ്ടല്ലോ കലക്ക്, അതൊരു പിങ്ക് നിറമായിട്ട് മാറുന്നുവെങ്കിൽ വാട്ട് വിൽ ബി ദ നേച്ചർ ഓഫ് സൊല്യൂഷൻ ഒബ്റ്റൈൻഡ്? ഇപ്പോൾ അതിന് കരസ്ഥമായ സൊല്യൂഷൻ എന്ത് എന്നുള്ളതാണ് ഇതിൽ ഉത്തരമായി കാണുന്നത്. ഓപ്ഷൻ സി ആണ് അല്ലേ. 47 ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് കാണുന്നത്. ന്യൂട്രലായിരിക്കും. ഇനി 48-ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് കണ്ടീഷൻസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ഓഫ് എ ഗ്യാസ് വുഡ് ഇൻക്രീസ്? എന്താ, ചുവടെ നൽകിയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഏതിലാണ് വാതക തന്മാത്രകൾ തമ്മിലുള്ള ദൂരം വർദ്ധിക്കുന്നത്? വാതക തന്മാത്രകൾ തമ്മിലുള്ള ദൂരം വർദ്ധിക്കുന്നത് ഏതിലാണെന്നുള്ളതാണ് ഉത്തരമായി വരുന്നത്. ഓപ്ഷൻ സി ആണ്. ഇൻക്രീസ് ഇൻ ദ വോളിയം ഓഫ് കണ്ടെയ്നർ ഓഫ് ദ ഗ്യാസ്. എന്താ, പാത്രത്തിൽ വ്യാപ്തം എന്താ ഒന്ന് വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് കാണുന്നത്. ഇനി നമുക്ക് 49-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ മെറ്റലോയിഡ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ മെറ്റലും നോൺ മെറ്റലും അല്ലാത്ത ഇതിനിടയിലുണ്ട് അല്ലേ. സാധാരണഗതിയിലും എലമെൻറ്റ്സ് ഒന്നിരിക്കുക ലോഹമായിരിക്കും അല്ലെങ്കിൽ അലോഹമായിരിക്കും. ലോഹം അലോഹം എന്നൊക്കെ ആദ്യം തിരഞ്ഞെടുച്ച ലാവോസിയർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്നാൽ ഇവിടെ ചോദിക്കുന്നത് ഈ മെറ്റലും നോൺ മെറ്റലും അല്ലാത്തൊരു വസ്തു ഉണ്ട് എന്ന് പറഞ്ഞാൽ മെറ്റലോയിഡ് എന്ന് പറയും, ഉപലോഹം എന്ന് പറയും. അത് ഉത്തരം കൊടുത്തതിൽ ജർമാനിയമാണ് ഉള്ളത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി 50-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 50-ാമത്തെ ക്വസ്റ്റ്യൻ. ദറ്റ് സബ്സ്റ്റൻസ് ഒരു പദാർത്ഥം അല്ലേ. ദാറ്റ് വിൽ ഫ്ലാറ്റനിഡ്, അതെന്താകുന്നു? അടിച്ച് പരത്തുന്നു. ഓൺ ബീറ്റിംഗ് വിത്ത് ഹാമർ ഈസ് എന്ത്? ഹാമർ ഉപയോഗിച്ചുകൊണ്ട്, ചുറ്റിക കൊണ്ട് അടിച്ച് പരത്താനാകുന്ന പദാർത്ഥം, അടിച്ചു പരത്താൻ കഴിയുന്ന പദാർത്ഥം താഴെ കൊടുത്തിരിക്കുന്ന ഏത് എന്നുള്ളതാണ് ഉത്തരമായി വരുന്നതാണ്. സിങ്ക് തരികൾ അല്ലേ, ഗ്രാനുലസ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായി കാണുന്നത്. ഈ 51-ാമത്തെ ക്വസ്റ്റ്യൻ. ജനറലി മെറ്റാലിക് ഓക്സൈഡ്സ്, പൊതുവെ മെറ്റാലിക് ഓക്സൈഡ്സ്
ആർ ബേസിക് അല്ലേ. സാധാരണ ലോഹ ഓക്സൈഡുകൾ എന്ന് പറഞ്ഞാൽ ബേസിക് സ്വഭാവം എന്ന് പറഞ്ഞാൽ ആൽക്കലിയുടെ സ്വഭാവം, ആസിഡ് അല്ല. അതാണ് ജനറലി മെറ്റാലിക് ഓക്സൈഡ്സ് ആർ ബേസിക്സ് ആൻഡ് നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ആർ അസിഡിക് അല്ലേ. എന്ന് പറഞ്ഞാൽ പൊതുവെ ഈ മെറ്റലുകളൊക്കെ ഓക്സൈഡ് മെറ്റാലിക് ഓക്സൈഡുകളൊക്കെ എന്താണ് ഒരു ബേസിക് എന്ന് പറഞ്ഞാൽ pH 7 കൂടിയതാണല്ലോ ബേസിക് എന്ന് പറഞ്ഞാൽ. ബേസിക് സ്വഭാവം ആൽക്കലി സ്വഭാവം ഉള്ളതും. അതുപോലെ തന്നെ നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ആർ അസിഡിക് ആണ്, ആസിഡ് സ്വഭാവം നേച്ചറാണ്. ചോദ്യം, സൊല്യൂഷൻ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഓക്സൈഡ്സ് ഇൻ വാട്ടർ ചേഞ്ച് ദ കളർ ഓഫ് ബ്ലൂ ലിറ്റ്മസ് റെഡ്. ബ്ലൂ ലിറ്റ്മസിനെ റെഡിലേക്ക് മാറ്റുന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് എന്നുള്ളതാണ് ഉത്തരമായി വരുന്നതാണ്. 51 സൾഫർ ഡയോക്സൈഡ്, ഓപ്ഷൻ എ ആണ് ഉത്തരമായി കാണുന്നത്. ഇനി 52ാമത്തെ ക്വസ്റ്റ്യൻ, ടു സബ്സ്റ്റൻസസ്, രണ്ട് സബ്സ്റ്റൻസുകൾ എ ആൻഡ് ബി were made to react to form a third substance. എയും ബിയും കൂടി ഒരു മൂന്നാമതൊരു സബ്സ്റ്റൻസ് കിട്ടുന്നു, AB2 അല്ലേ. അക്കോർഡിംഗ് ദ ഫോളോവിങ് റിയാക്ഷൻ എ ടു ബി, അങ്ങനെ എന്താണ് AB2 എന്ന് നമുക്ക് എന്താകുന്നു, ആ ഒരു ഉൾപ്രേരകങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് എന്തുകൊണ്ട് പദാർത്ഥമായിട്ട് ഉണ്ടാകുന്ന പദാർത്ഥം പ്രൊഡക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നു AB2 എന്നുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് കൺസേണിങ് ദിസ് റിയാക്ഷൻ ആർ ഇൻകറക്റ്റ്. താഴെ കൊടുത്തിരിക്കുന്നത് ഏതാണ് ഇൻകറക്റ്റ് ആയ സ്റ്റേറ്റ്മെൻറ്റ്? ബാക്കിയുള്ളത് കറക്റ്റാണ്, ഒന്ന് മാത്രം ഏതാണ് ഇൻകറക്റ്റ് എന്നുള്ളത്. അപ്പോൾ ഇതിൽ എ കൊടുത്തിട്ടുണ്ട്, ബി കൊടുത്തിട്ടുണ്ട്, സി കൊടുത്തിട്ടുണ്ട്, ഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇൻകറക്റ്റ് ഏതൊക്കെയാണെന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ കേട്ടോ. അപ്പോൾ ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കുക, വായിച്ച് നോക്കുക, നന്നായിട്ട് നമുക്ക് മനസ്സിലാകും. ഈ വിഷയം പഠിച്ച ആളുകൾക്ക് വിശദീകരിക്കുന്ന സമയം വിട്ട് പിന്നൊരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് വിശദീകരിക്കാൻ പറ്റുമെങ്കിൽ പറയാം കേട്ടോ. ഇവിടെ ഉത്തരമായിട്ട് കാണുന്നത് 52ാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരമായി കാണുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ. ACD ഇതാണ് ഇൻകറക്റ്റ്. അപ്പോൾ ഇതാണ് ഏത് മാത്രമേ കറക്റ്റ് ഉള്ളൂ? ബി മാത്രമാണ് കറക്റ്റ് ഉള്ളത്. അപ്പോൾ എന്തെങ്ങനെ വരിക? ദ പ്രൊഡക്റ്റ് വിൽ ആൾവേസ് ഹാവ് എ ഫിക്സ്ഡ് കോമ്പോസിഷൻ എന്നുള്ളതാണ് ഉത്തരമായി കാണുന്നത്, ഓപ്ഷൻ ബി. മറ്റേതൊക്കെ പെടാത്ത രൂപങ്ങളാണ് കേട്ടോ. ഇനി നമുക്ക് 53ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എ മിക്സ്ചർ ഓഫ് അമോണിയം ക്ലോറൈഡ് ആൻഡ് സോഡിയം ക്ലോറൈഡ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ. അമോണിയം ക്ലോറൈഡും അതുപോലെ തന്നെ സോഡിയം ക്ലോറൈഡും കൂടെ ഒന്നിച്ചാകും, അതിനെ നമ്മൾ വേർതിരിക്കുമല്ലോ. അത് എങ്ങനെയാണ് നമ്മൾ വേർതിരിക്കുക എന്നുള്ളതാണ് 53 ഉത്തരമായി കാണുന്നത്, ഓപ്ഷൻ ബി ആണ് അല്ലേ. ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ സ്വേദനം അല്ലേ. സ്വേദനം, അംശിക സ്വേദനം, കിട്ടുന്ന ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, സബ്ലിമേഷൻ അല്ലേ. ഇവിടെ നമ്മൾ ഡിസ്റ്റിലേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതെന്താവുന്നത്, വേർതിരിക്കുന്നത്. ഇനി 54ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നു, അതിന് താഴെ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നു. സ്റ്റേറ്റ്മെൻറ്റ് പെട്ടെന്ന് വായിക്കാം. ഹോമോജീനിയസ് മിക്സർ എക്സിബിറ്റ് കൺസിസ്റ്റൻ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഹോമോജീനിയസ് ഒരേപോലെ ഏകാത്മ മിശ്രിതങ്ങൾ സ്ഥിരതയാർന്ന ഭൗതിക ഗുണങ്ങൾ പ്രകടമാക്കുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത് എന്താ? ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ഹാവ് യൂണിഫോം പാർട്ടിക്കിൾ ഡിസ്ട്രിബ്യൂഷൻ. എന്താ? ഏകാത്മ മിശ്രിതങ്ങൾ ഏകീകൃത അല്ലേ, ഏകീകൃത കണികാ വിവരണമുണ്ട്. ഈ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റുകളിൽ എങ്ങനെയാണ് നമുക്ക് ഉത്തരമായി കാണുന്നത് എന്നുള്ളതാണ് 54 ഉത്തരം ഓപ്ഷൻ എ ആണ്. എന്താ? ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായ വിശദീകരണവുമാണ് എന്നുള്ളതാണ്. ഇനി 55ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ കെമിക്കൽ ചേഞ്ച്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഒരു കെമിക്കൽ ചേഞ്ച് എന്നുള്ളതാണ് ഉത്തരമായി കാണുന്ന ഓപ്ഷൻ സി. ഗ്യാസ്ലിൻ ജ്വലനം, കമ്പോഷൻ ഓഫ് ഗ്യാസ്ലൈൻ കേട്ടോ. ഇനി 56ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. 56ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് സെറ്റ് ഓഫ് കോഎഫിഷ്യൻസ് വുഡ് ബാലൻസ് ദ ഗീവൺ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ചുവടെ നൽകിയിരിക്കുന്ന രാസസമവാക്യത്തെ സമീകരിക്കുന്നതിന് അനുയോജ്യമായ ഗുണകമേത് എന്നുള്ളതാണ് അല്ലേ. ഗണമേത് അനുയോജ്യമായ സംഖ്യാഗണം, ഇത് സംഖ്യാഗണമാണ് അനുയോജ്യമായതെന്നുള്ളതാണ്. 56ൻ്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ് അല്ലേ. ഓപ്ഷൻ ബി 2, 1, 2. ഇനി 57ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് എലമെൻറ്റ് ഗോട്ട് ഇറ്റ്സ് നെയിം ഫ്രം ദ കളർ വയലറ്റ്? വയലറ്റ് എന്ന കളറിൽ നിന്ന് അതിന് പേരുണ്ടായ ഏത് എലമെൻസാണ് എന്നുള്ളതാണ് ഉത്തരമായിരുന്ന ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത് അല്ലേ. അയഡിനാണ്.
88ാമത്തെ ക്വസ്റ്റ്യൻ, എ ഫ്യൂ സബ്സ്റ്റൻസസ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദർ പാർട്ടിക്കിൾസ്. വിച്ച് വൺ ഓഫ് ഫോളോവിങ് റെപ്രസെൻറ്റ്സ് എ കറക്റ്റ് അറേഞ്ച്മെൻറ്റ്? എന്താ, ചില പദാർത്ഥങ്ങൾ അവയുടെ കണികകൾക്കിടയിലുള്ള ആകർഷണ ഫലത്തിൻ്റെ ആരോഹണ ക്രമത്തിലാണ് നൽകിയിരിക്കുന്നത്. ചുവടെ നൽകിയിരിക്കുന്നത് ഏതാണ് ശരിയായ ക്രമീകരണം? ആരോഹണ ക്രമത്തിൽ കൃത്യമായി ഏതാണ് കൃത്യമായി കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഫോഴ്സസ് അട്രാക്ഷൻ കേട്ടോ. ആകർഷണ ബലം അസെൻഡിങ് ഓർഡർ. അപ്പോൾ എന്താണ്, ആദ്യം ചെറുതെന്ന് വലുതിലേക്ക് പോകണം. ആ രൂപത്തിൽ വരുമ്പോൾ ഏതുവരും ഉത്തരമായിട്ട് വരുന്നത് 58ൻ്റെ ഉത്തരമായി വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ. ഓക്സിജൻ, വാട്ടർ, ഷുഗർ എന്നുള്ള ഓപ്ഷൻ സി ആണ് ഉത്തരമായി കാണുന്നത്. ഇനി 59ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അനലൈസ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്. താഴെ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യാനുള്ളതാണ്. കോമ്പൗണ്ട്സ് ആർ ഫോംഡ് ബൈ ദ കെമിക്കൽ കോമ്പിനേഷൻ ഓഫ് 2 or more ഡിഫറെൻറ്റ് എലമെൻറ്റ്സ്. രണ്ടോ അതിലധികമോ വ്യത്യസ്ത മൂലകങ്ങളുടെ രാസസംയോജനത്തിലൂടെയാണ് സംയുക്തങ്ങൾ രൂപപ്പെടുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? മിക്സേഴ്സ് ഹാവ് എ ഫിക്സ്ഡ് കോമ്പോസിഷൻ. മിശ്രിതങ്ങൾക്ക് ഒരു നിശ്ചിത ഘടനയുണ്ട് എന്നുള്ളതാണ്. ഇവിടെ 59ൻ്റെ ഉത്തരമായി വരുന്നത് ഏതാണ്? 59ൻ്റെ ഉത്തരമായി വരുന്നത് ഡി ആണ് അല്ലേ. ഓപ്ഷൻ ഡി. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്. എന്താ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു? കമ്പൗണ്ട്സ് ആർ ഫോംഡ് ബൈ ദ കെമിക്കൽ കോമ്പിനേഷൻ 2 or more ഡിഫറെൻറ്റ് എലമെൻറ്റ്സ്. രണ്ടാമത് വ്യത്യസ്ത മൂലകങ്ങളുടെ രാസസംയോജനത്തിലൂടെയാണ് സംയുക്തങ്ങൾ രൂപപ്പെടുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, എന്നാൽ രണ്ടാമത് കൊടുത്തിരിക്കുന്നത് തെറ്റുമാണ് കേട്ടോ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റുമാണ്. ഇനി നമുക്ക് 60ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 60ാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോവിങ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഏത് എന്നുള്ളതാണ്. ഉത്തരമായി വരുന്നത് ഏതാണ്? 60 എ ആണ് ഉത്തരമായി വരുന്നത് അല്ലേ. എ ഏതാണ് ഉത്തരം? ബി. ഫൈബസ് ടിഷ്യൂ ഈസ് ആൻ എപ്പിത്തലിയൽ ടിഷ്യൂ അല്ലേ. എപ്പിത്തലിയൽ ടിഷ്യൂ ആണ് നാരുകല, ആവരണ കലയാണ്. നാരുകല, ഫൈബറസ് എന്ന് പറഞ്ഞാൽ നാരുകല അല്ലേ. നാരുകല, കലക്ക് ടിഷ്യൂ എന്നല്ല പറയാം അല്ലേ മലയാളത്തിൽ. ഫൈബറസ് ടിഷ്യൂ എന്നാൽ നാരുകല എന്താണ്? എപ്പിത്തലിയൽ ടിഷ്യൂ, ആവരണകലയാണ് എന്നുള്ള ഓപ്ഷൻ ബി ആണ് ഉത്തരമായി കൊടുക്കുന്നത്. അപ്പോൾ ഉത്തരത്തിൽ വരുമ്പോൾ ഇതിൽ കൊടുത്തിന് ഓപ്ഷൻ ബി എന്നുള്ളത് ബി മാത്രം വരുന്നതാണ് ഓപ്ഷൻ എ ആണ് അല്ലേ. ഇനി നമുക്ക് 61ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. 61ാമത്തെ ക്വസ്റ്റ്യൻ, ലൊറാന്തസ് ഗ്രോസ് ഓൺ എ മാംഗോ ബ്രാഞ്ച്. ദ ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ ദ മാംഗോ ട്രീ ആൻഡ് ലൊറാന്തസ് ഈസ്. ഒരു മരത്തിൽ ഇത്തിൽ കണ്ണി, ലൊറാന്തസ് ആണ് ഇത്തിൽ കണ്ണി അല്ലേ. ഈ ഇത്തിൽ കണ്ണി വളരുന്നു. ഈ മരവും ഇത്തിൽ കണ്ണിയുമായുള്ള ബന്ധമാണ്. എന്താണ് ബന്ധം? അപ്പോൾ ഇത്തിൽ കണ്ണി ഒരു മരത്തിലുണ്ടാകുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ട്. പൂർണ്ണമായ എന്തല്ല, പൂർണ്ണമായ പരാതല്ല, എന്നാലോ അതൊരു പാരറ്റിസം തന്നെയാണ് ഒരു അല്ലേ. പാരറ്റിസത്തിന് രണ്ട് ഇതുണ്ടല്ലോ. ഒരു പരാതന ജീവനം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, പാരാസൈറ്റിസം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ പൂർണ്ണമല്ല. ഇത്തിൽ കണ്ണി പൂർണ്ണ പരാതല്ല കേട്ടോ, എന്നാലും പരാതമാണ്, പരാത ജീവനം തന്നെയാണ്. 62 എന്താ പറഞ്ഞത്? മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്നവയെ ഡാഷെന്നും. വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്നതിനെന്താ പറയുക? അതന്നെ നമുക്കറിയാം, ക്രൊമാറ്റിൻ ജാലിക അല്ലേ. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഉത്തരത്തിലേക്ക് കിടക്കാം. ക്രൊമാറ്റിൻ ജാലിക എന്ന് പറയും. മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്നത് ക്രൊമാറ്റിൻ ജാലിക എന്നും, അതുപോലെ തന്നെ ഗോളാകൃതിയിൽ കാണപ്പെടുന്നതിനെന്ത് ചെയ്യും? മർമ്മകം എന്നുമാണ് പറയുക അല്ലേ. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരിക, ക്രൊമാറ്റിൻ റെറ്റിക്യുലം ആൻഡ് ന്യൂക്ലിയസ്. ഇനി 63ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു ദ അൺസയൻറ്റിഫിക് ആപ്ലിക്കേഷൻ ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. എന്താ? അശാസ്ത്രീയമായ രാസവള പ്രയോഗവുമായി ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. 63 ഉത്തരമായിരുന്നതാണ് ഡി ആണ് അല്ലേ. 63 ഡി ആണ്. കോസസ് ഹെൽത്ത് ടിഷ്യൂ അല്ലേ, ഹെൽത്ത് ഇഷ്യൂസ് അല്ലേ, ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു രാസവള പ്രയോഗം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 64ാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ്. താഴെ കൊടുത്തിരിക്കുന്നതിന് ശരിയായ പ്രയോഗം ഏത് എന്നുള്ളതാണ്. ഉത്തരമായിരുന്നതാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഈസ്
ഈസ് ദ പാസേജ് ഇൻ ദ സെല്ല്. സെല്ലിലെ പാസേജാണ്, സഞ്ചാരപാതയാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. 65ാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ ഓർഗാനിസം വിച്ച് കനോട്ട് ബി ഇൻക്ലൂഡ് ഇൻ ദ തേർഡ് ട്രോഫിക് ലെവൽ. മൂന്നാമത്തെ ട്രോഫിക് തലത്തിൽ അല്ലേ, മൂന്നാമത്തെ ട്രോഫിക് തലത്തിൽ ഉൾപ്പെടാത്ത ജീവിയെ കണ്ടെത്തുക എന്നുള്ളതാണ്. 65D ആണ് ഉത്തരമായിരുന്നത്, ടൈഗറാണ് അല്ലേ. ഇനി 66, സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ് ലൊക്കേറ്റഡ് ഇൻ അല്ലേ. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം അല്ലേ. ഓപ്ഷൻ ഡി ആണ്, തിരുവനന്തപുരത്തെ ശ്രീകാര്യത്താണ് അല്ലേ. ഇനി 67, എ പിഗ്മെൻറ്റ് വിച്ച് ഇമ്പാർട്ട് റെഡ് കളർ ഈസ്. ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാ? ഹീമോഗ്ലോബിൻ അല്ല. ഹീമോഗ്ലോബിൻ എന്താ? ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ രക്തത്തിന് ചുവപ്പ് നിറമാണ് അല്ലേ. സന്തോഫിൽ മഞ്ഞ നിറം. ശ്വേതകണം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ലൂക്കോസൈറ്റ് എന്നൊക്കെ ബന്ധപ്പെട്ട ലൂക്കോപ്ലാസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ വെള്ളയാണ് പൊതുവെ ഉദ്ദേശിക്കുന്നത് അല്ലേ. പൊതുവെ വെള്ളയാണ്. അപ്പോൾ ഇവിടെ ഉത്തരത്തിൽ കാണാൻ സാധിക്കുന്നത് ഒന്ന് എന്താണ്? കരോട്ടിൻ അല്ലേ. ക്യാരറ്റിനൊക്കെ നിറം നൽകുന്ന ഏകദേശം ഒരു ചുവപ്പ് പോലത്തെ നിറം അല്ലേ. ഹിമോഗ്ലോബിൻ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തുവാണ് പൊതുവെ. ഇനി അല്ലെങ്കിൽ പിന്നെ ആന്തോസയാനിന് വേണ്ടിയിരുന്നു അല്ലേ. ആന്തോസയാൻ ഇതൊരു ഓപ്ഷനിലില്ല. ശരി, നമുക്ക് 68ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. താഴെ കൊടുത്തിരിക്കുന്ന വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിൽ ഉൾപ്പെടാത്തത് ഏത് എന്നുള്ളതാണ്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ അല്ലേ. വിത്ത് അല്ലാത്ത സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒക്കെ പ്രൊപ്പഗേഷൻ നടത്തുന്നതാണ്. ഇപ്പോൾ ലെയറിങ് അങ്ങനെ തന്നെയാണ്, ബെഡിങ്ങും ശരിയാണ്. മൊത്തത്തിൽ കലകളുമായി ബന്ധപ്പെട്ട് ടിഷ്യൂ കൾച്ചർ പറയാം. ഹൈബ്രിഡൈസേഷൻ ഒത്തിരി ഗുണനിലവാരമുള്ളതാണ് കാണുന്നത്. ഇപ്പോൾ രൂപത്തിൽ നിനക്ക് ടിഷ്യൂ ആയിരിക്കും, ടിഷ്യൂ കൾച്ചർ എന്നൊരു രൂപത്തിലായിരിക്കും ഉദ്ദേശിക്കുന്നത്. മറ്റേതൊക്കെ അങ്ങനെ ഒരു രൂപത്തിലാണല്ലോ കേട്ടോ. അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ വരും കാണുന്നത്, ടിഷ്യൂ കൾച്ചറായിട്ടാണ് ഒന്നുകൂടെ സ്യൂട്ടായി കാണുന്നത്. നമുക്ക് കൃത്യമായിട്ട് പിന്നീട് എന്ത് ചെയ്യാം, എല്ലാം മാറ്റം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്ന കേട്ടോ. 69ാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഓഡ് വൺ. ഒറ്റപ്പെട്ടത് ഏത് എന്നുള്ളതാണ്. 69 ഏതാണ്? ഓപ്ഷൻ എ പ്ലാസ്മയാണ് അല്ലേ. പ്ലാറ്റ്ലെറ്റ്, റൈറ്റ് ബ്ലഡ് മുതലും കോശങ്ങളാണ്, രക്തകോശങ്ങളാണല്ലോ. ഇനി 70ാമത്തെ ക്വസ്റ്റ്യൻ, 70 ഉത്തരമായി വരുന്ന ഓപ്ഷൻ എ ആണ് അല്ലേ. 70 A2 വരും. ചെമ്പല്ലി, ഡക്ക്, കോലാൻ B3, ഹണിബി വരും. ബോർ എന്നുള്ളത് എന്താണ്? ഗോട്ട്സ് ആണ്. ഗ്രേ ജയൻറ്റ്, റാബിറ്റ് അല്ലേ. 71, വിച്ച് വൺ ഓഫ് ഫോളോവിങ് ഈസ് എ പ്രൈം നമ്പർ. താഴെ കൊടുത്തിരിക്കുന്നത് ഏതാണ് പ്രൈം നമ്പർ എന്നുള്ളതാണ് 71ാമത്തെ ചോദ്യം. ഉത്തരമായിരുന്ന ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് കാണുന്നത് കേട്ടോ. പ്രൈം നമ്പർ അറിയില്ല. ആ സംഖ്യയും ഒന്ന് മാത്രം ഇതിന് ഘടകമായിട്ടുണ്ട്, വേറെ സംഖ്യകൾ ഇതിന് ഘടകം ഉണ്ടാവില്ല. അങ്ങനത്തെ നമ്പറുകളാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുക അല്ലേ. 72ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 72 ഉത്തരങ്ങൾ പറഞ്ഞു പോവാം. 72 ഉത്തരമായി വരുന്ന ഏതായിരിക്കും? 190 ആയിരിക്കും. 190 വരെ നമ്മൾ എണ്ണുമ്പോൾ 1 എന്ത് ചെയ്യും? റിപ്പീറ്റ് അടിച്ച് വരുമ്പോൾ 1, 2, 1 വരും. പിന്നെ അത് കഴിഞ്ഞാൽ 10 വരും അല്ലേ. 1 വരും, 10 വരും, അതുപോലെ 11 വരും, 12 വരും, 13, അങ്ങനെ 19 വരെ വരും. പിന്നെ 1 ഇതിലേക്ക് വരും. 21, 31, 41, 51, 61, 71, 81, 91, 101, അങ്ങനെ നോക്കിയാൽ 101 വരും. പിന്നെ 101 കഴിഞ്ഞാൽ 100ന് ശേഷമുള്ള എല്ലാ സംഖ്യകളിലും ഫസ്റ്റ് 100 ആണല്ലോ തുടങ്ങുന്നത്. എല്ലാത്തിനും 1 ഉണ്ടാകും. അങ്ങനെ കൂട്ടി നോക്കുമ്പോൾ ഏകദേശം ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായതും 190 ആണ്. ഒന്നെന്തായി ക്ലാരിഫൈ ചെയ്യുക. എനിക്ക് ചെടിക്ക് നോക്കിയപ്പോൾ 190 കിട്ടിയിട്ടുള്ളത് കേട്ടോ. 190 വരെ എണ്ണുമ്പോഴാണ് അങ്ങനെ 130 ഒന്നുകൾ എന്ത് ചെയ്യുക കാണാൻ സാധിക്കുന്നത്. ഇനി 73ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നവയിൽ 7231 സംഖ്യാശ്രേണിയിൽ 1ൻ്റെ സ്ഥാനത്ത് വരുന്ന സംഖ്യ ഏത് എന്നുള്ളതാണ്. അപ്പോൾ ഇവകളുടെ ലസാഗു അല്ലെങ്കിൽ LCM നമ്മൾ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യാം, ഒരു 5 പ്ലസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 120 LCM കിട്ടും. 125 ഉത്തരമായിട്ട് വരും. 74 ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരും കേട്ടോ. 75, 66 സ്ക്വയർ എന്ന സംഖ്യയെ 13 കൊണ്ട് ഹരിച്ചാൽ അല്ലേ. നമുക്ക് വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ 66 സ്ക്വയർ ഈസ് ഡിവൈഡ് ബൈ 13. 75 ഉത്തരമായി വരെ ഏതായിരിക്കും? 1 ആയിരിക്കും അല്ലേ. ഓപ്ഷൻ എ ആയിരിക്കും. 76,
വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ സ്മാളസ്റ്റ് അമംഗ് ദം. താഴെ കൊടുത്തിരിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്നുള്ളതാണ് ഉത്തരമായിട്ട് കാണുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ 2.5² എന്നുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതാം, 0.25 എന്ന് എഴുതാം അല്ലേ, 0.25. ബി റൂട്ടിന് പുറത്ത് ചാടുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ 2 പോയിൻ്റുള്ള 1 പോയിൻ്റായിട്ട് മാറും. 4 എന്നുള്ളത് 2ൻ്റെ സ്ക്വയറാണ്, അപ്പോൾ 0.2 എന്ന് ചെയ്യും. 2 ഇല്ലാത്ത ഇവിടെ 5 കൊടുത്താൽ നമുക്ക് 2.0 കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇത് ചെറുത് ഇത് വരിക. ഇനി സി നോക്കാം. 1/3 എന്നുള്ളത് നമുക്ക് പോയിൻ്റായിട്ട് എഴുതുമ്പോൾ പോയിൻറ്റിന് ശേഷം എന്ത് ചെയ്യാം, 3 അല്ലേ. അതുപോലെ 0.361 അല്ലേ, പോയിൻറ്റ് 0 പോയിൻറ്റിന് ശേഷം 0 361. അതിൽ 361 19ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ ഇതിന് പുറത്തേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് പോയിൻ്റ് എന്ത് ചെയ്യാം, 19 എന്ന് വരിക. അപ്പോൾ ഇതിൽ 2.5 എന്നുള്ളതാണോ 2.0 എന്നുള്ളതാണോ 3.3 എന്നുള്ളതാണോ 1.9 എന്നുള്ളതാണോ ഏറ്റവും ചെറുത്, നമുക്ക് കൃത്യമായിട്ട് അറിയാം 1.9. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരിക അല്ലേ. 76 ഡി ആണ് ഉത്തരമായിട്ട് വരിക. ഇനി 77, ഹൗ മെനി സ്ക്വയർസ് ആർ ദർ ഇൻ എ ചെസ് ബോർഡ്. ഒരു ചെസ് ബോർഡിൽ എത്ര സ്ക്വയറുകൾ ഉണ്ടാകും എന്നുള്ളതാണ് ചോദ്യം. ഉത്തരമായിരുന്ന ഓപ്ഷൻ ബി ആണ് അല്ലേ, 204 ആയിരിക്കും. ഇനി നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോവാണ്, ഒരുപാട് ടൈമായി. 78ാമത്തെ ചോദ്യത്തിന് ഉത്തരമായി വരുന്നതാണ് ഓപ്ഷൻ എ ആണ് അല്ലേ. 78 ഓപ്ഷൻ എ ആണ് ഉത്തരം. 79 ഓപ്ഷനായിട്ട് വരുന്നത് ഇതാണ്, ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് circle of the triangle which says 6, 8, 10 എന്നുള്ളത് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 79 ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. 80ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എ ആണ് ഉത്തരമായിട്ട് വരുന്നത് അല്ലേ. കാണുമ്പോൾ ടൈറ്റ് ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല. 99, 999 999 കുറക്കുമ്പോൾ ഒന്ന് എന്ത് ചെയ്യുക, കട്ട് ചെയ്താണ്. ഞാൻ 999, അപ്പോൾ 2,999 വരും. അപ്പോൾ അങ്ങനെ കൂട്ടി നോക്കുക. പിന്നെ എന്ത് ചെയ്യുക, 2,999 ഉണ്ട്. പിന്നെ ഇവിടെ ഈ 1/2, 1/4, 1/8 ഇത് മൂന്നും കൂട്ടാനുള്ളതാണ്. അതിലെന്ത് ചെയ്യുക, 7/8 കുറക്കുക. അപ്പോൾ ഏകദേശം എന്ത് കിട്ടും, ഉത്തരമായിട്ട് ഓപ്ഷൻ എ കിട്ടും അല്ലേ. 80 എ 999. ഇനി 81 വേഗം പറയാം. 81 ഉത്തരമായി വരുന്നത് ഏതാണ്, ഓപ്ഷൻ എ ആണ്. 82 ഓപ്ഷൻ ഉത്തരമായി വരുന്നത് സി ആണ്. 83 ഉത്തരമായി കാണുന്നതാണ് ഓപ്ഷൻ സി ആണ് കേട്ടോ, സി. So mango is diminishing by 15%. Demand increased by 20%. What is the return of profit? 15%. 15% മാംഗോ പ്രൈസ് എന്ത് ചെയ്തു, വില കുറഞ്ഞു. അപ്പം എന്ത് ചെയ്തു, 100 ഉറുപ്പ്യ ഉണ്ടായിരുന്നത് 85ആയി. അങ്ങനെ എന്ത് ചെയ്തു, ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു. ഡിമാൻഡ് എത്ര ചെയ്തു, ഡിമാൻഡ് 100 ഉള്ളത് 115ആയി. സ്വാഭാവികം 115ആയി. ഇവിടെ 84ൻ്റെ ഉത്തരമായി വരുന്നത് എന്താണ്, ഓപ്ഷൻ ബി ആയിരിക്കും
കേട്ടോ. 2% പ്രോഫിറ്റ് ആയിരിക്കും. അതായത് 15% കുറഞ്ഞു, അപ്പോൾ 85 പിന്നെ ആ 85 നിന്ന് 20 കൂടുമ്പോൾ 8.5 8.5 17 കൂടും. അപ്പോൾ എന്ത് ചെയ്യും? 85 17 ആകുമ്പോൾ 102 ആവും. സ്വാഭാവികം 2% പ്രോഫിറ്റ് ആയിരിക്കും കേട്ടോ. ഇനി 85 ഓപ്ഷൻ എ ആണ് ഉത്തരമായിരുന്നത്. 2:4:5. 86 ഉത്തരമായി വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. 86 ഓപ്ഷൻ എ. 87 ഓപ്ഷൻ ബി ആയിരിക്കും കേട്ടോ. 88 ഓപ്ഷൻ ബി ആയിരിക്കും കേട്ടോ. 88 ഓപ്ഷൻ ബി 48 ഡിഗ്രി ആയിരിക്കും. 89 ഓപ്ഷൻ ഏതാണ്? സി ആണ് ഉത്തരമായിട്ട് കാണുന്നത്. 4 + 4 √2 ആയിരിക്കും. 90 ഉത്തരമായിരുന്ന ഓപ്ഷൻ ഏതാണ്? സി ആണ് ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. ഇത്രയാണ് പറയാനുള്ളത്. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാം. എന്തെങ്കിലും പ്രധാന തിരുത്തുകളോ എല്ലാം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആൻസർ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു.